എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സദസ്സിൽ രാഷ്ട്രമീമാംസയെ ആസ്പദമാക്കി സംസാരിക്കണമെന്ന് ആചാര്യ രാജേഷും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടപ്പോഴും അർത്ഥശാസ്ത്രത്തെപ്പറ്റി സംസാരിക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചത്. വേദങ്ങളിൽ എത്രമാത്രം രാഷ്ട്രചിന്ത ഉണ്ടെന്നതിനെപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ, അത്ര ഞാൻ പഠിച്ചിട്ടില്ല. അതിപ്പോൾ ഹരിയേട്ടൻ സംസാരിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വിസ്തരിച്ച് പഠിച്ചത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥത്തിനൊരു പ്രത്യേക സ്ഥാനം കൂടിയുണ്ട്. കേരളീയർക്ക് അത് അറിഞ്ഞുകൂടെങ്കിലും കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ പല പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ മനുഷ്യനെ പറ്റിയുള്ള ധാരണ, പാരമ്പര്യമായിട്ടുള്ള ഐതിഹ്യം, അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഉപദേഷ്ടാവും പിന്നീട് പ്രധാനമന്ത്രിയും ഉപദേശകനുമൊക്കെ ആയിരുന്നു എന്നാണ്. ചില അന്വേഷകർ ഗവേഷകർ അതിനെ സംശയിച്ചിട്ടുണ്ട്. അത്ര മുമ്പുണ്ടോ, കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ടായിരിക്കില്ലേ എന്നൊക്കെയാണ്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയാണ്, ആ ഐതിഹ്യം ശരിയാണ്. കാരണം അനുസൃതമായ തെളിവുകൾ ചിലത് ആ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്, ചിലത് മറ്റു ഗ്രന്ഥങ്ങളിലും കാണാനുണ്ട്. ചന്ദ്രഗുപ്തൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന് മുൻപ് ഉള്ള 4-ാം നൂറ്റാണ്ടാണ്. 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് ക്രിസ്തുവിന് മുൻപുള്ള കാലത്താണ് ഈ മൗര്യന്മാരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് ഇന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഭാരതത്തിൻ്റെ ഉപഭൂഖണ്ഡം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നതാണ്. കേരളം ഉണ്ടായിരുന്നില്ല. തമിഴകം എന്ന് പറയുന്ന തമിഴ്നാടും കേരളവും അടങ്ങിയ ഭാഗം ആ സാമ്രാജ്യത്തിൽ പെട്ടിരുന്നില്ല. എങ്കിലും പിൽക്കാലത്ത് ചന്ദ്രഗുപ്തൻ്റെ പുത്രൻ ബിന്ദുസാരൻ്റെ പുത്രൻ അശോക ചക്രവർത്തിയുടെ കാലത്താണ് കേരളവുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അവർക്കുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ചില ശാസനങ്ങളിൽ കേരളത്തിലെ മൂപ്പന്മാരെ പറ്റി, രാജാക്കന്മാരെ പറ്റിയും പ്രതിപാദനമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളതാണ് ഈ അർത്ഥശാസ്ത്രം. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും വെച്ച് ആദ്യം ഉണ്ടായ വളരെയധികം കോംപ്രിഹെൻസീവായിട്ടുള്ള സമഗ്രമായ രാഷ്ട്രചിന്ത അടങ്ങുന്ന ഒരു പുസ്തകമാണിത്. വേറെ ഒരു ഭാഷയിലും ആ കാലത്തില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യൂറോപ്പിലെ രാഷ്ട്രചിന്തയൊക്കെ കുറേ വളർന്നത്. പക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൗടില്യനെ പറ്റിയോ അർത്ഥശാസ്ത്രത്തെ പറ്റി പറയുന്നിടത്തൊക്കെ പറയുക, കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ ഇന്ത്യൻ മാക്കിയവെല്ലി ആയിരുന്നു. മാക്കിയവെല്ലി എന്ന യൂറോപ്യൻ രാഷ്ട്രചിന്തകനുണ്ടല്ലോ, ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. വളരെ ആഭാസമായൊരു കാര്യമാണത്. കാരണം മാക്കിയവെല്ലി യൂറോപ്പിലെ ഇറ്റലിയിലെ പ്രിൻസ് എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര തത്വചിന്താ ഗ്രന്ഥം എഴുതുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്, ക്രിസ്തുവിന് ശേഷം. കൗടില്യൻ എഴുതിയത് ക്രിസ്തുവിന് മുൻപ് 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പോൾ അത്രയും വ്യത്യാസമുള്ള ആളെ ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല, അർത്ഥശൂന്യമായൊരു പ്രയോഗമാണ്. എങ്കിലും നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ BA ക്ലാസ്സുകളിലും പിന്നീട് MA ക്ലാസ്സിലുമൊക്കെ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയ ചിന്ത ഉപവിഷയമായിട്ട് എടുത്തിട്ട് സബ്സിഡിയറി, മെയിൻ സബ്ജക്റ്റ് ഇക്കണോമിക്സോ ഹിസ്റ്ററിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിച്ച ആളാണ്. പിന്നീട് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ ഗ്രന്ഥങ്ങളിലൊന്നും വിശദമായിട്ട് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തെപ്പറ്റി പ്രതിപാദനം ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഈ ഗ്രന്ഥം അത്രയും മുമ്പുണ്ടായതാണെങ്കിലും വളരെ കാലമായിട്ട് അതിൻ്റെ പ്രശസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഗ്രന്ഥം നമുക്ക് ഭാരതീയർക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ പ്രകാശനം ചെയ്യപ്പെട്ടിട്ട് കഷ്ടിച്ച് ഒരു നൂറ്റാണ്ടായിട്ടേ ഉള്ളൂ.
കഷ്ടിച്ചൊരു നൂറ്റാണ്ടായിട്ടുള്ളൂ. കാരണം 1906 1909 ഈ പുസ്തകം പുറത്തു വന്നത്. അതുവരെ ഇത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഒരു പക്ഷേ അതൊരു ഗൂഢശാസ്ത്രമായതുകൊണ്ടായിരിക്കാം, രാഷ്ട്രചിന്ത എല്ലാവരുടെയും മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടതല്ലല്ലോ എന്ന വിചാരം കൊണ്ടായിരിക്കാം വളരെ കുറച്ച് കയ്യെഴുത്ത് പ്രതികളെ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിലാകെ ഇതിൻ്റെ 4 കയ്യെഴുത്ത് പ്രതികളേ ഉള്ളൂ എന്നാണ് പറയണത്. അതിൽ 2 തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് കിട്ടിയതാണ്, 2 മൈസൂരിൽ നിന്ന് കിട്ടിയതാണ്. കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഹസ്തലിഖിത ഗ്രന്ഥശേഖരത്തിൽ നിന്ന്, മൈസൂർ മഹാരാജാവിൻ്റെ ഹസ്തലിഖിത ഗ്രന്ഥശേഖരത്തിൽ നിന്നും, അങ്ങനെ 4 കയ്യെഴുത്ത് കോപ്പികളാണ് കിട്ടിയത്. പിന്നെ അച്ചടിച്ച് വന്നു. പക്ഷേ ഈ കേരളത്തിൽ നിന്ന് കിട്ടിയത് ഒരു സവിശേഷതയുണ്ട്. കാരണം ഇവിടെ നിന്ന് കിട്ടിയതിൽ ആദ്യത്തെ 15 അധ്യായങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 8 അധ്യായങ്ങളുടെ അന്നത്തെ മലയാളത്തിലുള്ള തർജ്ജമ, 13-ാം നൂറ്റാണ്ടിലോ മറ്റോ എഴുതിയതാണ്. അന്നത്തെ മലയാളത്തിലുള്ള ഒരു തർജ്ജമയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനമാണ് ലോകത്തിൽ ആദ്യമായിട്ടുള്ള വ്യാഖ്യാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജർമ്മനിയിൽ, റഷ്യയിൽ, അമേരിക്കയിലൊക്കെയുള്ള സർവകലാശാലകളിലെ വിദഗ്ധന്മാർ ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ സർവകലാശാലകളിൽ വളരെ വളരെ കുറച്ച് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിട്ടുള്ളൂ. ഇതിന് ഒരു ഇംഗ്ലീഷ് തർജ്ജമ ഉണ്ടായിട്ടുണ്ട്, 2-3 ഇംഗ്ലീഷ് തർജ്ജമകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം പോയിട്ട് പഠനം നടത്താൻ ഞാൻ മോസ്കോ സർവകലാശാലയിൽ പോയപ്പോഴാണ് അവിടുത്തെ പണ്ഡിതന്മാർ ഈ അർത്ഥശാസ്ത്രത്തിലെ ഓരോ സാങ്കേതിക പദവും പഠിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടി ശ്രമിച്ചിട്ട്. നമുക്കാണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ആളുകൾ പഠിക്കില്ല. അറിയണമെന്നുള്ള ജിജ്ഞാസയും കുറവാണ്. പല പല പദങ്ങളൊക്കെ ഉണ്ട്, സാങ്കേതിക പദങ്ങൾ. ഇത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ കേരളത്തിൽ എഴുതപ്പെട്ട വ്യാഖ്യാനം നോക്കിയാൽ കുറേയൊക്കെ മനസ്സിലാവും. അത് സംസ്കൃത ഭാഷയും കേരള ഭാഷയും അക്കാലത്തെ പഴയ കേരള ഭാഷയൊക്കെ പഠിച്ചിട്ട് റഷ്യൻ പണ്ഡിതന്മാർ, ജർമ്മൻ പണ്ഡിതന്മാർ, അമേരിക്കൻ പണ്ഡിതന്മാരൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾ വളരെ വളരെ കുറച്ച് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. എന്നാൽ തന്നെ ഈ കൃതി എത്രമാത്രം ആധികാരികമാണ്, എത്രമാത്രം സമഗ്രമായിട്ട്. അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കാറുള്ളത്. 2 അർത്ഥമുണ്ടല്ലോ, വാക്കിൻ്റെ അർത്ഥം എന്നുള്ളതുകൊണ്ട് സമ്പത്ത് എന്നൊരർത്ഥവും കൂടിയുണ്ട്. എന്നാൽ ഭാരതത്തിൽ ഈ അർത്ഥം എന്ന പദം ഉപയോഗിച്ചിരുന്നത് കുറേ കൂടി വ്യാപകമായ രീതിയിലാണ്. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമം, ജീവിതത്തിൽ ഇങ്ങനെ 3 ലക്ഷ്യങ്ങളുണ്ടല്ലോ. പിന്നെ മോക്ഷം. അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഗ്രീസിൽ, പ്രാചീന യവന സംസ്കൃതിയിലെ ഗ്രീക്ക് നഗരങ്ങളിൽ, റോമ, പിന്നീടുണ്ടായ ഇറ്റാലിയൻ റോമൻ സാമ്രാജ്യത്തിലെ നഗരങ്ങളിൽ, അവിടെയൊക്കെ പിന്നീട് യൂറോപ്പിലാകെ തന്നെ, പശ്ചിമ യൂറോപ്പിലൊക്കെ ക്രിസ്തുമതമൊക്കെ പ്രചരിച്ച കാലത്തൊക്കെ തന്നെ അവർക്ക് ആധ്യാത്മിക കാര്യങ്ങൾ, ലൗകിക കാര്യങ്ങൾ, ഇതേക്കുറിച്ച് വ്യക്തമായ വേർതിരിവുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക കാര്യങ്ങളെന്ന് പറയുമ്പോൾ ധാരാളം ഉണ്ടായിരുന്നു, ക്രിസ്തുമത ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളമുണ്ട്. അതിൽ ഭൗതിക താല്പര്യങ്ങൾ കുറയും. ഭൗതിക ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നിടത്ത് മാനസികമായ, ആത്മീയമായ കാര്യങ്ങളെ പറ്റിയുള്ള വിവരവും കുറയും. ഭാരതത്തിലാണെങ്കിൽ അങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടിന് പകരം ഉണ്ടായിരുന്നത് 2ഉം ഒന്നിച്ചാണ്, ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. മാനസികമായ വളർച്ച, ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത്, ലൗകികമായ കാര്യങ്ങളിലുള്ള അഭിവൃദ്ധിയും. ഇത് 2ഉം പരസ്പര വിരുദ്ധമല്ലെന്നും ഇത് ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണെന്നുള്ള ഒരു ജീവിത വീക്ഷണം ആദ്യം മുതൽക്ക് തന്നെ നമ്മുടെ ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മം, അർത്ഥം, കാമം. അർത്ഥം എന്ന് പറയുമ്പോൾ സമ്പത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും. കാമം എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ട് ദേഹത്തിൽ മനുഷ്യന്, സ്ത്രീ ആയാലും പുരുഷനായാലും ഉണ്ടാകാവുന്ന കാമ സംബന്ധമായ പ്രശ്നങ്ങൾ, താല്പര്യങ്ങൾ, അതൊക്കെ കാമം. പക്ഷേ ഈ 2 കാര്യങ്ങളും ധർമ്മത്തിൻ്റെ കീഴിലായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണുണ്ടായിരുന്നത്. അതുകൊണ്ട് അർത്ഥശാസ്ത്രം എഴുതിയ കൗടില്യനായാലും ശരി, കാമസൂത്രം എഴുതിയ വാത്സ്യായനായാലും ശരി, അവരൊക്കെ മഹർഷിമാരായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വൈദികം ഇന്നിപ്പോൾ വേദശാസ്ത്ര സദസ്സുകളൊക്കെയാണ് നടത്തുന്നത് ഇവിടെ. പക്ഷേ ഈ അർത്ഥശാസ്ത്രം നോക്കിയാൽ കാണാം, അദ്ദേഹം വേദങ്ങളെയാണ് സ്തുതിക്കുന്നത്, വൈദിക ഋഷിമാരെയാണ് സ്തുതിക്കുന്നത്. തൻ്റെ മുൻപുണ്ടായിരുന്ന 14ഓളം അർത്ഥശാസ്ത്ര വിദഗ്ധരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ട്. പലതുമുണ്ട്. അത് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല. ഞാൻ ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കേരളീയമായ വ്യാഖ്യാനം അനുസരിച്ച് ആണ് കേരളത്തിൽ എങ്ങനെയാണ് ഈ ചാവേർപ്പട ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കേരളത്തിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്. ആദിമഘട്ടം മുതൽക്ക് പിന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെയും ബിന്ദുസാറിൻ്റെയും അശോകൻ്റെയും ഒക്കെ കാലം മുതൽക്ക് തന്നെ അംഗരക്ഷകന്മാർ ഉണ്ടായിരുന്നു. അംഗരക്ഷകന്മാർ രാജാവിൻ്റെ കൂടെ തന്നെ ജീവിക്കണം, കൂടെ തന്നെ മരിക്കുകയും വേണം. അങ്ങനെയുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് നമ്മുടെ മാമാങ്കത്തിലൊക്കെ വള്ളുവനാട്ട് രാജാവിൻ്റെ അംഗരക്ഷകന്മാരായിരുന്ന ആൾ ആ സാമൂതിരിപ്പാടിൻ്റെ യോദ്ധാക്കളോട് യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു കുടിപ്പക പോലെ കുറേ കാലം നീണ്ടു നിന്നു. പക്ഷേ അതിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത് മൗര്യ സാമ്രാജ്യത്തിലാണ്. അതിൽ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് വളരെ സൂക്ഷിച്ചാൽ വേണം രാജാവ് അംഗരക്ഷകന്മാരെ തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ എന്തു പറ്റും, അവർ തന്നെ രാജാവിനെ വധിച്ചു എന്ന് വരാം. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിക്കുന്നത് അവർ തന്നെ തിരഞ്ഞെടുത്ത അവരുടെ അംഗരക്ഷക സൈന്യത്തിൽ നിന്ന് ഉള്ള ആളുകളുടെ കൈകൊണ്ടാണ്. ഇതേമാതിരി എത്രയോ അടുത്ത കാലത്തുള്ള ആധുനിക രാജ്യങ്ങളിലെ എത്രയോ നേതാക്കന്മാരെ അവരുടെ അംഗരക്ഷകന്മാർ വധിച്ചതായിട്ട് കാണാം. പക്ഷേ കൗടല്യൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് അംഗരക്ഷകരെ തിരഞ്ഞെടുക്കുന്നതെന്ന്. അത് ആ രാജകുടുംബവുമായിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കണം, അടുപ്പമുള്ളവരായിരിക്കണം, ഒരു കുറ്റവും ചെയ്തതായിട്ടുള്ള രേഖയില്ലാത്ത ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാത്തവരായിരിക്കണം, സംതൃപ്തരായിരിക്കണം, അവർക്ക് രാജാവിനോടോ രാജകുടുംബത്തോടോ വൈരാഗ്യം തോന്നാവുന്ന ഒന്നും നടക്കരുത്. മാത്രമല്ല രാജാവിൻ്റെ മരണത്തോടു കൂടി അവരും മരിക്കേണ്ടി വരും എന്നവർ സത്യം ചെയ്യുക, മരിക്കാൻ തയ്യാറാണെന്ന് സത്യം ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ രാജാവ് മരിക്കുമ്പോൾ താനും മരിക്കണമെന്നോ രാജാവിനെ കൊല്ലില്ല. അങ്ങനെ പല മുൻകരുതലുകളും അർത്ഥശാസ്ത്രത്തിലുണ്ട്. അതുപോലെ പൊതുസേവകന്മാർ, രാജ്യകാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവരെങ്ങനെയൊക്കെയാണ് പൊതു സമ്പത്തിൽ നിന്ന് കക്കുക, എങ്ങനെയാണ് കളവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് 40 തരം ഹരണോപായങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൗടില്യൻ പറയുന്നുണ്ട്. അത് 40ഉം ഇന്ന് പ്രസക്തമാണെന്ന് പറയാം. അതേപോലെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കണം, രാജകുമാരന്മാരെ എങ്ങനെ വളർത്തണം. കൗടില്യൻ്റെ അഭിപ്രായത്തിൽ ഈ രാജകുമാരന്മാർ എന്ന് പറയുന്ന ഒരു മഹാശല്യക്കാരാണ്. അവരാണ് രാജാവിൻ്റെ പ്രധാന ശത്രുക്കൾ. കാരണം അവർ സുഖമായിട്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിച്ച് ശീലിച്ചവരാണ്. അച്ഛൻ അല്ലെങ്കിൽ അമ്മാവനായിക്കോട്ടെ, അച്ഛൻ എങ്ങനെയാണ് അച്ഛനെ അവസാനിപ്പിച്ച് തൻ്റെ ഭരണം സ്ഥാപിക്കുക എന്നുള്ള താല്പര്യം പലപ്പോഴും അവർക്കുണ്ടായിരുന്നു വരും. അതൊക്കെ പരിശോധിച്ച് തിട്ടപ്പെടുത്തിയിട്ട് 3 തരം പരീക്ഷകൾ നടത്തിയിട്ട് അതിൽ ജയിക്കുന്ന ആളുകളെ മാത്രമേ രാജകുമാരന്മാരായിട്ട് രാജധാനിയിൽ വളർത്താൻ പാടുള്ളൂ. അവരെ മാത്രമേ രാജ്യകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. മറ്റുള്ള ആളുകളേക്ക് പറഞ്ഞയക്കുക, അതിർത്തികളിലേക്ക് ഗവർണർമാരായിട്ട് അയക്കുക, അയൽ രാജ്യങ്ങൾക്ക് അംബാസഡർമാരായിട്ട് അയക്കുക, അല്ലെങ്കിൽ കൊല്ലുക. ചീത്ത സ്വഭാവം കാണിക്കാനാണെങ്കിൽ നേരത്തെ തന്നെ കൊല്ലുക. അപ്പോൾ കൗടില്യൻ പറയുന്നത് രാജകുമാരന്മാരെന്ന് പറഞ്ഞാൽ ഞണ്ടുകളെ പോലെയാണെന്നാണ്. ഞണ്ടുകൾ അങ്ങനെയാണ് ഇത്രയും പിറന്ന ഉടനെ തന്നെ അതിൻ്റെ തള്ളയും തളത്തയും തിന്നാനുള്ള പുറപ്പാടായിരിക്കും ഞണ്ടുകൾ. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരുപാട് പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഭാഗങ്ങൾ ഉപമകളായിട്ടും അലങ്കാരങ്ങളായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു ദിക്കിൽ പറയുന്നുണ്ട് അദ്ദേഹം, ഈ രാജ്യഭരണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈക്കൂലിയും അഴിമതിയും ഒക്കെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളുണ്ടല്ലോ, മത്സ്യങ്ങൾ എപ്പോഴാണ് വെള്ളം കുടിക്കണമെന്ന് ആർക്കാ പറയാൻ കഴിയുക? അവർ വെള്ളത്തിലാണ്. അവർ വെള്ളം കുടിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയില്ല. അതേപോലെയാണ് പണവുമായിട്ട് രാജ്യകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എപ്പോഴാണ് അഴിമതി കാണിക്കുക എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ അനേകം ഉദാഹരണങ്ങൾ നമ്മൾ നിത്യേന പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ്. ഭരണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാർ വരെ ആ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രേരണകൾക്ക് വശംവദരായിട്ട് എപ്പോഴാണെന്ന് അറിയാതെ ചെയ്യും. അത് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്.
അർത്ഥവത്തായ ഉദാഹരണങ്ങൾ, സാധാരണ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയാവുന്ന ഉദാഹരണങ്ങൾ. മന്ത്രിമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു ജനപദം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്, ദുർഗം ഒരു കോട്ട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ്, ചാരവൃത്തി എന്താണ് ചെയ്യേണ്ടത്, അയൽ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ അതിൻ്റെ കസ്റ്റംസ്, ടോൾസ്, അതൊക്കെ എങ്ങനെയാണ് രാജാവ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് രാജാവ് സ്വന്തം ആളുകളെ അവരെ കൂടെ അയച്ചിട്ട് അവർ ഈ അതിർത്തി കടക്കുമ്പോൾ തന്നെ അവരുടെ ആളുകളെ പോലെ കൂട്ടത്തിൽ കൂടി എന്തെല്ലാം സാധനങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്, അതിൽ കള്ളച്ചരക്കുകൾ വല്ലതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി മുൻകൂട്ടി രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൊടുത്ത് രാജാവ് അവരോട് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടും. ഓ, രാജാവിന് ദിവ്യ ദൃഷ്ടിയുണ്ട്, ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ കരുതിയിരിക്കും, അവരും കരുതിയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലപ്പെട്ട അറിവുകൾ ആ കാലത്തിന് ശേഷം ഗ്രീസിലൊക്കെ പൊളിറ്റിക്കൽ തോട്ട്, അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ, പ്ലാറ്റോൻ്റെ അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ സൈദ്ധാന്തികമായ രാഷ്ട്രചിന്തയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇത്ര വിശദമായിട്ട്, ഇത്ര അപഗ്രഥനാത്മകമായിട്ട് പുസ്തകങ്ങളിൽ വരുന്നില്ല. എന്നിട്ടും നമ്മുടെ സർവകലാശാലകളിൽ, നമ്മുടെ കോളേജുകളിൽ ഈ പുസ്തകം അച്ചടിക്കുന്നില്ല, ടെക്സ്റ്റ് ബുക്കായിട്ട് അംഗീകരിക്കുന്നില്ല. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇതിനെപ്പറ്റി തികച്ചും അജ്ഞരാണ്. അത്ഭുതകരമായി തോന്നും നമുക്കത്. അതേ സമയത്ത് ഞാൻ അമേരിക്കയിലെ സർവകലാശാലകളിലോ റഷ്യയിലെ മോസ്കോ, ലെനിൻഗ്രാഡ്, പഴയ ലെനിൻഗ്രാഡ് മുതലായ സർവകലാശാലകളിലോ ഒക്കെ പോയപ്പോൾ അവരെത്രയോ കാര്യമായിട്ടിത് പഠിക്കുന്നു. ഓരോ അർത്ഥത്തിൻ്റെയും ഓരോ പദത്തിൻ്റെയും സാങ്കേതിക പദത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. താരതമ്യപ്പെടുത്തുന്ന എത്രയോ ഗവേഷണ പ്രബന്ധങ്ങൾ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലതില്ല. ഇത് നമ്മുടെ അടിമ മനസ്ഥിതിയുടെ, ഇന്നും മാറിയിട്ടില്ലാത്ത, ഇന്നും രക്ഷപ്പെട്ടിട്ടില്ലാത്ത അടിമത്ത വ്യവസ്ഥയുടെ മനസ്ഥിതിയുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് വൈദിക സാഹിത്യത്തിൽ നിന്ന് ഉടലെടുത്ത് വന്ന ധർമ്മശാസ്ത്രങ്ങൾ, അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ, പിന്നെ കാമസൂത്ര ഗ്രന്ഥങ്ങൾ, ഇതിനൊന്നും വലിയ പ്രചാരമില്ല. അതൊക്കെ ഏതോ പഴഞ്ചൻ സാധനങ്ങളെന്ന് വെച്ചാൽ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പഴഞ്ചനും പുതുഞ്ചനുമായിട്ടുള്ള ഒന്നും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവില്ലാത്ത ആളുകൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് 21ാമത്തെ നൂറ്റാണ്ടിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുൻപിൽ ഭാരതത്തിന് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ പ്രാചീന സാഹിത്യത്തിൽ, ശാസ്ത്ര വിഷയങ്ങളിൽ ശാസ്ത്രീയമായ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അശാസ്ത്രീയമാണെന്നും 18ാം നൂറ്റാണ്ടിലോ മറ്റും ഉണ്ടാക്കിയിട്ടുള്ള യൂറോപ്യൻ, അമേരിക്കനോ അല്ലെങ്കിൽ ബ്രിട്ടീഷോ ഒക്കെ ആയിട്ടുള്ള സംഗതികൾ മാത്രമേ ശാസ്ത്രമുള്ളൂ എന്നുമുള്ള തെറ്റിദ്ധാരണകളാണ് നമ്മുടെ ശാസ്ത്രപരിഷത്ത്. ഇപ്പോൾ കേരളത്തിലുണ്ടൊരു ശാസ്ത്രപരിഷത്ത്. അശാസ്ത്രീയമായിട്ടേ അവർ ചിന്തിക്കുകയുള്ളൂ. അവരേതെങ്കിലും ഒരു പാർട്ടി നേതാക്കന്മാർ പറഞ്ഞത് മാത്രമേ അനുസരിക്കുകയുള്ളൂ. അതൊക്കെ പരമസത്യമാണെന്നും മറ്റൊന്നും ഇന്ത്യയിലുള്ളതൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നും, അതുമാത്രമല്ല തങ്ങൾ സർവജ്ഞരാണെന്ന് അവർ വിചാരിക്കുകയാണ്. അതാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ ആദ്യത്തെ ബോധം, തനിക്ക് അറിവില്ല എന്നതായിരിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുന്നു. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ബുദ്ധൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റേയാളെങ്ങനെയാണ്, അത് പറയാം. എന്നല്ലാതെ അന്തിമമായ ശാസ്ത്രതത്വം ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണ ബുദ്ധി എവിടെയോ നമുക്ക് കൈമോശം വന്നു പോയതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ പ്രാചീന ഗ്രന്ഥങ്ങൾ എത്രയാണ്, എന്തെല്ലാമാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഞാനീ പറഞ്ഞല്ലോ, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, ഭാഷാ കൗടലീയം എന്ന പേരിൽ ഇവിടെ കണ്ടുകിട്ടി. കേരള സർവകലാശാലയിൽ നിന്ന് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തി. മറ്റു ചില ഭാഗങ്ങൾ മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ പ്രസിദ്ധപ്പെടുത്തി. എന്നിട്ടും അതിനൊന്നും പ്രചാരം കിട്ടിയിട്ടില്ല. അതൊന്നും ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നില്ല, പരീക്ഷകളിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള അവസ്ഥയാണ്. കേരളത്തിൻ്റെ തന്നെ ചരിത്രം പറയുന്ന ലിഖിതങ്ങൾ നൂറുകണക്കിലുണ്ട്. നമ്മുടെ രാജാക്കന്മാർ എങ്ങനെയാണ് നിയമങ്ങൾ നടത്തിയിരുന്നത്. ആ നിയമങ്ങളിൽ പലതും കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തു, മറ്റൊരാളുടെ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടതായ ആ ഭൂമിയിൽ നിന്നുള്ള വരവ് അതിനെ വെട്ടിച്ചുരുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ ഭൂമി മറ്റൊരാളുടെ പേരിലാക്കി തീർത്തു. അങ്ങനെയൊക്കെ നടന്നാൽ എന്തെല്ലാം ശിക്ഷകളാണ് കൊടുക്കേണ്ടത് എന്ന് പല ക്ഷേത്രങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള കോഴിക്കോട്ട് തന്നെയുള്ള പല ക്ഷേത്രങ്ങളിലും അത് എഴുതി വച്ചിട്ടുണ്ട്. ആരും വായിക്കുകയില്ല, ആരും നോക്കുകയില്ല. ആർക്കും അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്ന് അറിയണമെന്ന ആഗ്രഹം പോലും ഇല്ല. ഇത്ര പിഴ കൊടുക്കണം, ഇന്ന തരത്തിൽ രാജാവിന് ഇത്ര കൊടുക്കണം,
അയാളുടെ കീഴിലുള്ള ഇന്ന ഉദ്യോഗസ്ഥന്, അങ്ങനെ പലർക്കുമായിട്ടാണ് ആ പിഴ കൊടുക്കേണ്ടത്. മാത്രമല്ല, ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ ഫലം അയാൾ മാത്രം അനുഭവിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, അതിന് സാക്ഷി പറയുന്ന ആളുകൾ, അതിന് സാക്ഷി പറയാത്ത ആളുകൾ, അവർക്കും ശിക്ഷയുണ്ട്. അതിനൊക്കെ ഒരു ഗ്രേഡ് നിശ്ചയിച്ചിട്ട് ശിക്ഷയാണ്. ആ ശിക്ഷയൊക്കെ പുസ്തകം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഈ തരം ഗ്രന്ഥങ്ങൾ കൗടില്യൻ്റെയോ അല്ലെങ്കിൽ പിൽക്കാലത്തുണ്ടായവരുടെ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ചരിത്രമില്ല, ആളുകൾക്ക് നിയമമില്ല, ആളുകൾക്ക് റൂൾ ഓഫ് ലോ അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പഠിപ്പ് മാറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് ഈ പഴയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കണം. ഈ തരം സന്ദർഭങ്ങളിൽ വേദങ്ങളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ വേദങ്ങളിൽ നിന്നുണ്ടായ അതിൻ്റെ ആ പാരമ്പര്യം ഉപയോഗിച്ച് വളർന്നുണ്ടായ ധർമ്മശാസ്ത്രങ്ങളും അർത്ഥശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നഗരം എങ്ങനെയാണ് നാണയങ്ങൾ ഉണ്ടാക്കേണ്ടത്, ആ പഴയ കാലത്തുള്ള നാണയങ്ങൾ തന്നെയാണ്. മൗര്യന്മാരുടെ കാലത്ത് ഈ ലോഹം ഉരുക്കി നാണയം ഉണ്ടാക്കുന്ന സമ്പ്രദായം, അതിനുള്ള സാങ്കേതിക വിദ്യ പ്രചരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരുടെ നാണയങ്ങളൊക്കെ ഏതാണ്ട് പഞ്ച് മാർക്ക്ഡ് എന്ന് പറയും. ലോഹം കുറേയൊക്കെ ഉരുക്കും, എന്നിട്ട് അടിച്ചിട്ട് അതിൽ വല്ല എഴുത്തൊക്കെ പതിക്കും. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും മൗര്യ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കും അവർ രാജാവിൻ്റെ മുദ്രയോടുകൂടി നാണയങ്ങൾ അടിക്കാൻ തുടങ്ങി. അതിനാണ് രൂപ എന്ന് പറഞ്ഞു വരുന്നത്, രൂപം കൊത്തിയ നാണയം എന്നുള്ള അർത്ഥത്തിൽ. ആ രൂപം കൊത്തിയ നാണയങ്ങളിൽ നിന്നാണ് പിന്നീട് രൂപ്യ എന്ന് ഹിന്ദിയിലൊക്കെ വന്നു. ബ്രിട്ടീഷുകാരും റുപ്പി എന്ന് വന്നു, നമ്മൾ ഉറുപ്പിക എന്നും പറയാൻ തുടങ്ങി. അതൊക്കെ ആ കാലം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള നാണയമാണ്. കാരണം രാജാവിൻ്റെ മുദ്ര ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഹ മൂല്യം എന്താണെന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും. അല്ലെങ്കിൽ അറിയില്ല. ഒരു ലോഹ കഷ്ണം, സ്വർണ്ണ കഷ്ണമാണ്, അതിനെന്താ വില എന്ന് അറിയണം. ഓരോരുത്തർക്കും സാധാരണ ക്രയവിക്രയങ്ങൾ നടത്തുന്ന വാണിജ്യം നടത്തുന്ന ആളുകൾക്ക് അത് അറിയില്ലല്ലോ. പെട്ടെന്ന് അറിയാം, രാജാവിൻ്റെ മുദ്രയുണ്ട്, ഇത്ര ഇന്ന ആകൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഇന്ന മൂല്യമാണ്. അങ്ങനെ മൂല്യം, അതിൻ്റെ ഈക്വേഷൻ, ഒരു നാണയവും മറ്റൊരു നാണയവും തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ അർത്ഥശാസ്ത്രത്തെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച് കാണാം. അങ്ങനെ നൂൽക്കുന്ന ആളുകൾ, സ്ത്രീകൾ എന്ത് ചെയ്യണം? വിധവകളായ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി നെയ്ത്തിൽ അവരെ പരിശീലനം കൊടുക്കുക. എന്നിട്ട് അവർ കൊണ്ടുവരുന്ന നൂല് അല്ലെങ്കിൽ തുണി അത് വാങ്ങാൻ വേറെ രാജാവിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ മദ്യം നിരോധിക്കുക എന്ന വിഡിത്തം അവർ ചെയ്തിരുന്നില്ല, പക്ഷെ നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. മദ്യ വിൽപ്പന ഷാപ്പുകളിൽ രാജാവിന് കൊടുക്കണം, അതിന് രാജാവിൻ്റെ ചാരന്മാരുണ്ടായിരിക്കും. അവിടെ ബഹളം നടത്തുകയോ കുറ്റങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളെ നിരീക്ഷിച്ചിട്ട് അവരെ നിയമത്തിൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ കൊണ്ടുവന്ന് മദ്യ നിയന്ത്രണം എന്ന നമ്മുടെ മദ്യ നിരോധനത്തെക്കാൾ കൂടുതൽ പ്രായോഗികമായ ഒരു സമ്പ്രദായം അവർ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ നമ്മളിന്ന് പലതരത്തിലുള്ള സാമുദായികമായ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അതിനെയൊക്കെ രാജ്യത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അതിനെതിരായിട്ടുള്ള പ്രചരണം നടത്താൻ ശ്രമിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രാജാവിന് അറിയണം. അതിനുവേണ്ടി ഈ സന്യാസിമാരെ, ഭിക്ഷക്കാരെ, തീർത്ഥയാത്രാ സ്ഥാനങ്ങളിലുള്ള ആളുകളെ ഒക്കെ ഏർപ്പാട് ചെയ്യുന്നതിന് അങ്ങനെ വിശദമായ രീതിയിൽ 15 അധ്യായങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഞാനിതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറായതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ തരം പാരമ്പര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ഇനിയെങ്കിലും നമ്മുടെ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാന സ്ഥാനം ഇന്ത്യക്കുണ്ടായിരുന്ന പ്രാമാണ്യം നിലനിർത്തുന്ന അർത്ഥശാസ്ത്രത്തെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തണം എന്ന ബോധം അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക്, വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് ഒക്കെ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം അതൊന്നും അറിഞ്ഞാലേ പറ്റുകയുള്ളൂ. നമ്മളത് അച്ചടിച്ച് പ്രചാരത്തിൽ വരുത്തിയാലേ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാട്ടിലുള്ള നടക്കുന്ന പല സംഗതികളെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംഗരക്ഷകന്മാരുടെ നിയമനം, ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം, മന്ത്രിമാരുടെ ചെയ്തികൾ, അതെങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളത്, കുറ്റവാളികളെ എങ്ങനെ സമീപിക്കാമെന്നുള്ളത്, സ്ത്രീകൾക്ക് അവർക്ക് രക്ഷിക്കാൻ ആളില്ലാതായാൽ, അവർ വിധവകളായാൽ അവരെ എങ്ങനെ രാജ്യം സംരക്ഷിക്കണം എന്നുള്ളത്, രാജകുമാരന്മാരെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത്, ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ അത്യാവശ്യമായ പല പ്രവർത്തനങ്ങളെയും അത് ഓരോന്നിനെയും പറ്റിയിട്ട് വെവ്വേറെ അധ്യായങ്ങളിൽ ചർച്ച ചെയ്ത് തൻ്റെ മുൻപുണ്ടായിരുന്ന
ആചാര്യന്മാരെ ഉദ്ധരിച്ച്, അപ്പോൾ അതിൽ പറയുന്നുണ്ട്, രാജാവ് മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ ഒരു മുമ്പുണ്ടായിരുന്ന ഒരു പൂർവികൻ, മുൻഗാമിയായ ഒരു അർത്ഥശാസ്ത്ര രാജാവിന് നല്ലത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ബാല്യകാല സഖികളായിരുന്ന ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരായിരുന്ന ചെറുപ്പത്തിലേ പരിചയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് നല്ലതെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ കൗടില്യൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെ ഒന്നിച്ച് പഠിച്ചവർക്ക്, ഒന്നിച്ച് കളിച്ച് ജീവിച്ചവർക്ക് ആ രാജാവിൻ്റെ ദൗർബല്യങ്ങൾ എന്താണ് എന്നുകൂടി അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ അവരത് ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പഴയ കൂട്ടുകാരെ മന്ത്രിമാരായി നിയമിക്കരുത്. അങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം, ഇന്നും അറിയാം, അടുത്ത കാലത്തും അറിയാം, മുൻകാലങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുഗൾ സാമ്രാജ്യത്തിൽ അച്ഛനെ മകൻ കൊന്ന, അല്ലെങ്കിൽ സഹോദരന്മാരെ അതിനെ വെട്ടിക്കൊന്ന എത്രയോ കഥകളുണ്ടായിട്ടുണ്ട്, എത്രയോ ഉദാഹരണങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്, ഗുപ്തന്മാരുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ കൗടില്യൻ്റെ ഉപദേശം ഇന്ന വിധത്തിൽ വേണം രാജകുമാരന്മാരെ പരിശീലിപ്പിക്കാൻ. അതിന് 3 തരം പരീക്ഷകൾ പറയുന്നുണ്ട്. ഒന്ന്, രാജകുമാരന് എത്രമാത്രം കാമചാപല്യം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ അതിന് പറ്റിയ തരത്തിലുള്ള സ്ത്രീകളെ അയാളുടെ അടുത്തേക്ക് അയക്കണം. എന്നിട്ട് അതിൽ അയാൾ ജയിക്കുകയാണെങ്കിൽ അത് ജയിച്ചു. അതല്ല, മറ്റൊന്ന് സമ്പത്താണ്, കൈക്കൂലി വാങ്ങാൻ അയാൾക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് പരിശോധിക്കാം. അതുപോലെ മദ്യം, അയാൾക്ക് മദ്യം കൊടുത്തിട്ട് അയാളുടെ ചങ്ങാതിമാരെ കൊണ്ട് മദ്യം കൊടുത്ത് ശീലിപ്പിക്കാം. എന്നിട്ട് അതിനയാൾ ജയിക്കുകയാണെങ്കിൽ, മദ്യത്തിൻ്റെ പ്രേരണ തടയാൻ അയാൾക്ക് കഴിയുകയാണെങ്കിൽ അയാൾ ആ പരീക്ഷയിൽ ജയിച്ചു. അങ്ങനെ 3 തരം പരീക്ഷകൾ നിലവിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ കൗടില്യൻ മറ്റൊരു അഭിപ്രായം പറയുന്നത്, ഈ മദ്യം ഒക്കെ വളരെ സൂക്ഷിച്ച് വേണം പ്രയോജനപ്പെടുത്താൻ. കാരണം ഒരു രാജകുമാരന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് മദ്യം ശീലിച്ചു പോയി എന്ന് വിചാരിച്ചാൽ പിന്നെ അയാളെ തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ തരം പരീക്ഷകൾ.